ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാട്ടിലേക്ക് എത്തി എല്ലാ വീഡിയോസൊക്കെ കണ്ടല്ലോ. ഇനി ഞങ്ങൾക്ക് കല്യാണ പരിപാടികളാണ് കേട്ടോ. ഞാൻ എൻ്റെ കാക്കൻ്റെ പെങ്ങളെ മക്കളെ ട്വിൻസാണ് അവരെ കല്യാണമാണ്. അപ്പോൾ ആ കല്യാണ വീട്ടിലേക്ക് പോണ കുറച്ച് വിശേഷമാണ്. ഇന്ന് ചെറിയൊരു മൗലൂദുണ്ട് അവിടെ കല്യാണത്തിനോടനുബന്ധിച്ച്. അപ്പോൾ അതിൽ പോവുകയാണ് കേട്ടോ ഞാനും മനുവാണ് ആദ്യം പോകുന്നത്. കാക്കയും റിഫും കുട്ടികളൊക്കെ വൈകുന്നേരം വരും. ഞങ്ങൾ രാത്രിയാണ് ഇഷാവിന് ശേഷമാണ്. അപ്പോൾ ഞാൻ പോവാണ്. അപ്പോൾ അവിടെ എത്തിയതാ പിന്നെ ഒരു പായസത്തിനുള്ള സേമിയൊക്കെ വറുക്കാനുണ്ട് അവൻ്റെ മോള്. പിന്നെ സേമിയ പായസം നെയ്ച്ചോറ് കോഴി മുളകിട്ടതും പൊറാട്ടയും പൂളിയൊക്കെയാണ്. ഇതാണ് കേട്ടോ ഓരോ വീട് നിൽക്കുന്നത് കാലിക്കറ്റിൽ നല്ലളം എന്നുള്ള സ്ഥലത്താട്ടോ. അരിക്കാട് നിന്ന് നല്ലളം റോഡിന് പോയിട്ടാണ്. അപ്പോൾ കാക്കൻ്റെ ചെറിയ പെങ്ങളാണിത്. ഓലെ 2 മക്കളെ കല്യാണമാണ്. മക്കളിൻ്റെ മരണപ്പെട്ടൻ്റെ അഫ്ലുമോൻ്റെ തുണയാണ്. ഒരു ഭയങ്കര ഫ്രണ്ട്സേനി ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഓരോ കല്യാണമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളെ പോലെ തന്നെയാണ് അവർ. കാരണം എൻ്റെ അഫ്ലുവിൻ്റെ ഒക്കെ കൂടെ ഉള്ളതല്ലേ. എന്നെ കല്യാണം കഴിഞ്ഞ് ചെന്നാൽ പ്രസവിച്ച് മക്കളാണ്. അപ്പോൾ നമ്മളും കുട്ടികളായതുകൊണ്ട് തന്നെ ഒരു തികയാതൊക്കെ പ്രസവിച്ചെന്നൊക്കെ നമ്മൾ കുറേ നമ്മളെ വീട്ടിലൊക്കെ നിന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കുറേയൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇത് ഓരോ വീടാണിത്. ഒരു കുറഞ്ഞ് ചെറിയൊരു ഇതാക്കി കാണിക്കാൻ കേട്ടോ വീട്. പിന്നെ ഇത് ഹാളാണ്, കിച്ചണ്. ഇങ്ങനെ എല്ലാം താഴെ 2 റൂമും മേലെ 3 റൂമാണ് ഉള്ളത്. 3 റൂമും ഇപ്പം മക്കൾക്ക് ആക്കി. ഇതൊക്കെ ഇപ്പോൾ കബോർഡൊക്കെ ഇപ്പോൾ ചെയ്താട്ടോ കല്യാണമായിട്ട്. കിച്ചണിലും ചെയ്തതാണ്. ഇവിടെ ഈ ഇരിക്കുന്നിടത്ത് ഇത് പണ്ടത്തെ അടുക്കളായിരുന്നു. അത് പിന്നെ ഇത് ഹാളിലേക്ക് ആഡ് ചെയ്തതാണ്. അപ്പോൾ അതിന് മുകളിലുള്ള റാക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് വെച്ചത്. അപ്പോൾ ഓരോ കല്യാണം ഏപ്രിൽ 21 റിസപ്ഷന്, 19, 20 രണ്ടാളും നിക്കാഹ്. അങ്ങനെ ഞങ്ങൾക്ക് 3 ദിവസത്തെ പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പം തന്നെ ചെന്ന് കുറച്ച് എനിക്ക് ചായ ഒക്കെ തരണം. അവിടെ ഇന്ന് ഒരു കല്യാണം കഴിക്കാനുള്ള ഒരു മോനും വലിയ മോനും ഇന്ന് ഗൾഫിൽ നിന്ന് വന്നതേനി പുലർച്ചക്ക്. ഇന്ന് ഞാൻ ചെല്ലണമെന്ന് തിങ്കളാഴ്ച തന്നെ നട്ടത്. അപ്പം അവർക്ക് വരുമ്പം താത്ത അവിടെ കോഴിക്കോട്ടാരല്ല, ഒരു പലഹാരത്തിൻ്റെ ആൾക്കാരാണല്ലോ. താത്ത അങ്ങനെ വരുമ്പോൾ 2-3 ഐറ്റം പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിനേൽ എനിക്ക് തന്നതാണ് കേട്ടോ. അത് പഴം നിറച്ചത്. എനിക്കത് മതിയെന്ന് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് അപ്പോൾ പിന്നെ കുറച്ചും കൂടെ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ ബാക്കി ഉണ്ടെന്ന് പറഞ്ഞ് ടച്ചപ്പ് ചെയ്യാനൊക്കെ വന്നപ്പോൾ ബാത്റൂമിൻ്റെ ഡോറൊക്കെ ഒന്ന് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇല്ലാത്തതിന് കുറേ പണികളിവിടെ നടന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ കല്യാണത്തിലെ ഒരു ചെക്കൻ. നമ്മളെ ബാഹിർ എന്നാണ് ഇവൻ്റെ പേര്. ഇവനാണ് ഒരാൾ. പിന്നെ ബാദുഷ ബാഹിർ എന്നാണ് 2 ആൾക്കാരുടെ പേര്. അപ്പോൾ ഇത് ചിക്കനിലേക്കുള്ള പിന്നെ ഇതൊക്കെ ഉള്ളിയൊക്കെ വാട്ടാൻ കേട്ടോ. ഞാൻ ചിക്കൻ കറിയാണ്. ഇവർ ഫസ്റ്റിലെ ചുവപ്പ് ഷർട്ട്, അതിൻ്റെ അടുത്തുള്ളതാണ് ട്വിൻസ്. അതിൻ്റെ അടുത്തുള്ള വെള്ള ടീഷർട്ടാണ് അവിടുത്തെ വലിയ മോന്, ബാഷിക്ക് എന്നാണ് പേര്. അതാണ് കല്യാണ ചെക്കന്മാർ. പിന്നെ ഉച്ചക്ക് പിന്നെ ചോറൊന്നാക്കില്ല. നമുക്ക് ഉച്ചക്കൊക്കെ മന്തി വാങ്ങി. രാത്രിക്കത്തെ പണിയുള്ളതുകൊണ്ട് തന്നെ ഉച്ചക്ക് മന്തി വാങ്ങി. പിന്നെ ഇവർ പുലർച്ചക്ക് വരുന്നതുകൊണ്ട് തന്നെ അത് കാത്തിരക്ക് കല്യാണത്തിരക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല. പുലർച്ചക്ക് വെളുത്തിനോണ്ട് പോയി. പിന്നെ എയർപോർട്ടിലൊക്കെ പോയി ഉറങ്ങാനൊന്നും പറ്റിയില്ല. അങ്ങനെയൊക്കെ പാടായിട്ട് ചോറൊന്നും വെച്ചിട്ടില്ല. ഒരു മന്തി വാങ്ങിക്കുകയാണ്. പിന്നെ ഇതാണ് 3 ഒക്കെ ചോറൊക്കെ തന്നെയുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്ത് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇളാമൻ്റെ മോളുണ്ട്. സ്വന്തം പെങ്ങളെ പോലെ ഒക്കെ കരുതുന്ന ആളാണ്. അപ്പോൾ വരുമ്പോൾ എല്ലാവരും അങ്ങനെ കരുതിട്ടോ. അവർ അടുത്ത് അഞ്ചത്തിയാളെ പോലെ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു വരുമ്പോൾ കുയ്യപ്പൊക്കെ കൊണ്ടുവന്നാണ്. അപ്പോൾ അതൊക്കെ വെച്ച് ചായക്ക് വെക്കുകയാണ് എല്ലാവർക്കും. പിന്നെ ചായയൊക്കെ പറഞ്ഞെടുക്കാണ്ട് ഞാനും അവിടുത്തെ മോളുണ്ട് ബിനീഷ എന്ന പേര്. നമ്മൾ ബിനിന്ന് വിളിക്കും. പിന്നെ ഭാഷിക്കിൻ്റെ പെണ്ണുങ്ങളുണ്ട് റിസാന. നമ്മളെല്ലാവരും കാക്കണം. ഇതൊക്കെ ഇപ്പോൾ എൻ്റെ മോളും സിലു സിദ്രൊക്കെ ഞങ്ങൾ മുന്നേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അവരൊക്കെ വന്നപ്പോൾ അവർക്കൊക്കെ പായസം കൊടുക്കുന്നുണ്ട്, ചായ കൊടുക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്തോളം ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുട്ടികളൊക്കെ അവിടെ പുറത്ത് എൻ്റെ ഇന്നുമോള ഊഞ്ഞാലായിട്ടാണ് സിദ്ര. പിന്നെ അപ്പം പിന്നെ വെള്ളപ്പം ഉണ്ട് കേട്ടോ. വെള്ളപ്പം നമ്മൾ ലാസ്റ്റ് വെച്ച് ചൂടാന്ന് വിചാരിച്ചിട്ട് അതാക്കാണ്. പിന്നെ പൂളയുണ്ട്, മത്തിക്കറി ഉണ്ട്, ഇത് നെയ്ച്ചോറിന് ഇതുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഒക്കെ റെഡിയാക്കാൻ ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്യും കേട്ടോ. നെയ്ച്ചോറ് വെക്കുന്നതൊക്കെ വെള്ളപ്പം അതിൻ്റെ ഇടയിൽ വിസാന ചൂടിനൊക്കെ ഉണ്ട്. അങ്ങനെ മൗലൂദ് തുടങ്ങിയാണ്.
നടക്കാനിരിക്കുന്നതായ കല്യാണ പരിപാടികൾ പൂർണ്ണമായ വിചാരിച്ചതിനേക്കാളും ഭംഗിയിലും റാഹത്തിലും നീ എല്ലാം കഴിച്ചു കൂട്ടി തരണേ. സ്വഹാബുൽ ബദറിന്റെ അതൊക്കെ കഴിഞ്ഞത് ആ മക്കൾ പിന്നെ ഒരു ദുആക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ വന്ന ആൾക്കാർക്കൊക്കെ അവിടെ ഉള്ളിൽ ചോറൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ മക്കൾസ് ഉണ്ടല്ലോ, കുറച്ച് കുട്ടി പട്ടാളംസിനെ അവിടെ ഒരു പുറത്തൊരു ഇതുണ്ട് കട്ടിൽ, അതെടുത്ത് പുറത്തേക്കൊക്കെ വെച്ചിന്. അപ്പോൾ അതിൻ്റെ ഓൽക്കൊക്കെ ചോറ് എടുത്തിട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.